ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മള് ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് ഏത് ടാക്സ് റെജീമാണ്? ഓൾഡ് ടാക്സ് റെജീമാണ്. പക്ഷേ ഗവൺമെന്റ് സാധാരണക്കാർക്ക് കൂടുതൽ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഒരു ടാക്സ് റെജീം കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആ ടാക്സ് റെജീമിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? 115BAC എന്നുള്ളത്. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് ഡിഫോൾട്ട് ടാക്സ് റെജീം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടാക്സ് റെജീം ഏതാണ്? 115BAC ആണ്. എന്താണ്? ഡിഫോൾട്ട് ടാക്സ് റെജീം എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ അത് ഏതാണ്? 115BAC ആണ്. ന്യൂ ടാക്സ് റെജീം എന്ന് ചോദിച്ചാലും അത് ഏതാണ്? 115BAC ആണ്. ഓൾട്ടർനേറ്റീവ് ടാക്സ് റെജീം എന്ന് ചോദിച്ചാലും അത് ഏതാണ്? 115BAC ആണ്. എന്തൊക്കെയാ? ഡിഫോൾട്ട് ടാക്സ് റെജീം എന്നോ ഓൾട്ടർനേറ്റീവ് ടാക്സ് റെജീം എന്നോ അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജീം എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ എന്തിനെയാണ്? 115BAC എന്ന് പറയുന്ന ഈ ടാക്സ് റെജീമിനെ ആണ്. ഓക്കെ, അപ്പൊ ഓപ്റ്റഡ് ഔട്ട് ഫ്രം ഡിഫോൾട്ട് ടാക്സ് റെജീം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഓൾഡ് റെജീമാണ്. അതായത് ഓപ്റ്റഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഓപ്ഷൻ അവരെടുക്കുന്നില്ല, ഡിഫോൾട്ട് ടാക്സ് റെജീം അവരെടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? അവർ യൂസ് ചെയ്തതായിരിക്കും ഓൾഡ് ടാക്സ് റെജീം ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിൽ വരുന്ന വ്യത്യാസങ്ങൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതൊരിക്കലും കമ്പനിക്ക് ഒരു പുതിയ ടാക്സ് റെജീം അവർ കൊടുത്തിട്ടില്ല, LLPക്ക് കൊടുത്തിട്ടില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തിട്ടില്ല. ആകെ ആർക്ക് മാത്രമേ ഉള്ളൂ? ഇൻഡിവിജ്വല്, HUF, AOP, BOI ഇവർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് റെജീം ആണ് ഏത്? ഈ പറയുന്ന ന്യൂ ടാക്സ് റെജീം അല്ലെങ്കിൽ ഡിഫോൾട്ട് ടാക്സ് റെജീം എന്ന് പറയുന്നത്. അപ്പോ താഴെ എഴുതുക ആപ്ലിക്കബിലിറ്റി. ആപ്ലിക്കബിലിറ്റി ഹെഡിങ് കൊടുത്തില്ലേ? താഴെ ആപ്ലിക്കബിലിറ്റി എഴുതുക. ആപ്ലിക്കബിലിറ്റിയിൽ എഴുതുക ഇൻഡിവിജ്വൽ, HUF, AOP, BOI, AJP. ക്ലിയർ? ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആവുള്ളൂ? ഇൻഡിവിജ്വൽ, HUF, AOP, BOI ആൻഡ് AJP. അങ്ങനെ വരുമ്പോ മുർഷിയെ എന്താണ് AJP? അലിൻ ജോസ് പെരേര ഒന്നും പറയരുത് കേട്ടോ, വേറെ എന്തെങ്കിലും ഒക്കെ. ഒരു എക്സാമ്പിൾ. രക്ഷപ്പെട്ടു ജസ്റ്റ്. യെസ്, അപ്പോ സ്ലാബുകൾ നിങ്ങൾക്ക് കാണാം. ഈ സ്ലാബ് ജസ്റ്റ് കോപ്പി ചെയ്യുക. എങ്ങനെയാണ്? 3 ലക്ഷം വരയ്ക്കും ടാക്സ് റേറ്റ് എത്രയാണ്? 0. നമുക്കറിയാം ഓൾഡ് റെജീമിൽ എങ്ങനെയായിരുന്നു? 2.5 വരെ ആയിരുന്നു എന്ത്? 2.5 വരെ ആയിരുന്നു എന്ത്? 0. ഇവിടെ എങ്ങനെയാ? ഏജിന്റെ കാര്യമൊന്നും ഇവിടെ അപ്ലിക്കബിൾ അല്ല കേട്ടോ. ഏജിന്റെ കാര്യമൊന്നും ഇവിടെ അപ്ലിക്കബിൾ അല്ല. നമ്മൾ പറഞ്ഞു മറ്റതിൽ 60, 80 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ സ്ലാബ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്തില്ല? അങ്ങനത്തെ ഒരു പരിഗണനയില്ല. 0 to 3 lakh ആണെങ്കിൽ 0 ആണ് ടാക്സ്. ഓക്കെ, 0 to 3 lakh ആണെങ്കിൽ 0 ആണ് ടാക്സ്. 3 to 7 ആണെങ്കിൽ നൗ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, അവർ ക്ലിയർ നമ്പറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. 3 lakh എന്നുകൂടി അല്ല അവർ പറയണേ, 3,01,000 എന്നാണ് പറയുന്നത് അല്ലെ? അതായത് എക്സാക്ട് 3 lakh ഏതിൽ വിടും? 0% വിടുക. ഓക്കെ, സോ 3,01,000 to 7 lakh വരയ്ക്കും എത്രയാണ് ടാക്സ് റേറ്റ്? 5% ആണ്. ഓക്കെ, 7,01,000 to 10 lakh വരയ്ക്കും എത്രയാണ്? 10% ആണ്. 10 lakh to 12, 15%, 12 lakh to 15, 20%, above 15 lakh, 30%. Okay. Okay. So slab എങ്ങനെയാണ്? Up to 3 lakh നില്ലാണ്,
3 lakh to 7 lakh 5%, 7 lakh to 10 lakh 10%, 10 to 12 15%, 12 to 15 20%, and above 15 30%. Clear ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ അത്? ഓക്കെ. നൗ അതിന്റെ താഴെ അവരൊരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? സ്പെഷ്യൽ ഇൻകം ഷാൾ ബി ടാക്സബിൾ അറ്റ് സ്പെഷ്യൽ റേറ്റ്സ്. നിങ്ങൾക്ക് എഴുതാതിരിക്കാം, ബിക്കോസ് യൂഷ്വലി അത് അങ്ങനെ തന്നെയാണ്. സ്പെഷ്യൽ ഇൻകത്തിന് നമ്മുടെ ടാക്സ് റേറ്റ് എന്താണ്? സ്പെഷ്യൽ ടാക്സ് റേറ്റുകളാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എന്നുള്ളത് മാത്രം. ഓക്കെ. ഓൾഡ് ആയാലും ന്യൂ റെജീം ആയാലും അവിടെ സ്പെഷ്യൽ ഇൻകത്തിന് എപ്പോഴും എന്താണ്? സ്പെഷ്യൽ ടാക്സ് റേറ്റുകൾ ആണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്നവർക്ക് നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാൻ ഈ സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും 37% സർചാർജ് ഇല്ല ഇനി മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ഏതിലാണ് വരുന്നത്? ന്യൂ ടാക്സ് റെജീമിലാണ് വരുന്നത്. അപ്പോ നിങ്ങൾ ന്യൂ ടാക്സ് റെജീം ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾക്ക് കൊടുക്കേണ്ട സർചാർജ് 10%, 15%, 25% ആയിരിക്കും. 5 കോടിക്ക് മുകളിലുള്ള ഈ 37% സർചാർജ് ഇനി മുതൽ ആപ്ലിക്കബിൾ അല്ല. എന്താണ് ഡിഫറൻസസ് ആണ് ഞാൻ പറയുന്നത്. ഓൾഡ് സ്കീമും ന്യൂ സ്കീമുമായിട്ടുള്ള ആദ്യത്തെ ഡിഫറൻസ് എന്താ? ഹയർ ടാക്സ് സ്ലാബുകളാണ്, അല്ലെ? ഒന്നാമത്തെ അഡ്വാൻറ്റേജ് അതാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താ? നോർമലി 50 ലക്ഷത്തിന് മുകളിൽ വരികയാണെങ്കിൽ 10% സർചാർജ് കൊടുക്കണം. 1 കോടിക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ 15% സർചാർജ് കൊടുക്കണം. 2 കോടിക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ 25%, 5 കോടിക്ക് മുകളിലാണെങ്കിൽ 37% നോർമലി നിങ്ങൾ കൊടുക്കണം ഓൾഡ് റെജീമില്. പക്ഷേ ഈ റെജീമിന്റെ പ്രത്യേകത എന്താ? ലാസ്റ്റ് സ്ലാബ് അവർ ഒഴിവാക്കി. ആ 37% സ്ലാബ് പുതിയ സ്കീം യൂസ് ചെയ്യുന്നവർക്ക് അപ്ലിക്കബിൾ അല്ല. അതായത് ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, 2 കോടിക്ക് മുകളിൽ അങ്ങോട്ട് എത്ര പോയി കഴിഞ്ഞാൽ 25% വരുള്ളൂ അല്ലെ? അതാണല്ലോ. അത് എഴുതണോ? വേണമെങ്കിൽ ആ സർചാർജിന്റെ സ്ലാബ് നിങ്ങൾക്ക് എഴുതാം. എങ്ങനെയാണത്? 50 ലാക്ക് വരയ്ക്കും 0 ആണ്. 50 ലാക്ക് 1 crore 10% ആണ്. 1 crore 2 crore 15% ആണ്. 2 crore above 25% ആണ്. ദൽഫിയ ക്ലിയർ ആണോ? എന്താണോ ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയണമെന്നോ? ഈ ഇത് സ്ലാബാണോ പറയണ്ടേ? സർചാർജിന്റെ സ്ലാബാണോ പറയണ്ടത്? ഓക്കെ, ഒന്ന് പറഞ്ഞു കൊടുത്തടാ. 0 to 50 lakh അതെന്താ എനക്കറിയില്ലേ? 0 to 50 lakh 0. ആ ലോയൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഞാൻ അത് പറയാനുള്ള എളുപ്പത്തിന് പറഞ്ഞു പോയതാണ്. ഓക്കെ, എക്സാക്ട് 50 0 ആണ്, എക്സാക്ട് 1 15 ആണ്. ഓക്കെ, യെസ്. 0 to 50 0 ആണ്. 50 to 1 10% ആണ്. 1 crore to 2 15 ആണ്. 2 crore and above 25 ആണ്. ക്ലിയർ ആണോ? നൗ അവർ അഡീഷണലി എക്സ്ട്രാ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ സെസ് അതേപോലെ നിലനിൽക്കുന്നുണ്ട് അല്ലെ? ന്യൂ റെജീം ആയതുകൊണ്ട് എഡ്യൂക്കേഷണൽ സെസ് കൊടുക്കാൻ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. എഡ്യൂക്കേഷണൽ സെസ് 4% നിങ്ങൾ കൊടുക്കേണ്ടത് ആണ്. ഓക്കെ, എഡ്യൂക്കേഷണൽ സെസ് എത്രയാണ്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ് എത്രയാണ്? 4% ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, പിന്നെ എന്തിനും ഞാൻ ഓൾഡ് സ്കീം ആരെങ്കിലും ഒക്കെ ഓപ്റ്റ് ചെയ്യണം? അത്രയ്ക്ക് പൊട്ടന്മാരാണോ? അതായത് ഇനോർമസ് ആയിട്ടുള്ള അഡ്വാൻറ്റേജുകൾ ഇവിടെ കിട്ടുമ്പോ എന്തിന് ഒരു വ്യക്തി ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യണം? എന്താ പറഞ്ഞാട്ടെ? അപ്പോ അതിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്? 115 BAC എടുത്തവർക്ക് ഓൾമോസ്റ്റ് 99% ഡിഡക്ഷൻസ് എടുക്കാൻ കഴിയില്ല. എന്താ ഡിഡക്ഷൻസ്?
ഞാൻ പറഞ്ഞു ചാരിറ്റിക്ക് കൊടുക്കുക, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കാം. ഇപ്പൊ നമ്മള് ഗവൺമെന്റിന്റെ ഡിഫൻസ് ഫണ്ടിലേക്ക് എന്തെങ്കിലും ഫണ്ട് കൊടുത്താൽ അതും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അങ്ങനത്തെ പരിപാടികളൊന്നും എവിടെ നടക്കില്ല. 115 BAC എന്ന് പറയുന്ന ഈ സ്കീമില് പറ്റില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഞാൻ ഒരുപാട് ചാരിറ്റിയും ഒരുപാട് ഡൊണേഷൻസും ഒരുപാട് ഡിഡക്ഷൻസും ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഓൾഡ് റെജീമാണ് നല്ലത്. എന്നാൽ എനിക്ക് ഇങ്ങനത്തെ, ഞാൻ ഒരു ആൾക്കും ഒരു ഉപകാരം ചെയ്യാത്തൊരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഏതിലേക്ക് പോവാം, ന്യൂ സ്കീമിലേക്ക് പോവാം എന്ന് പറഞ്ഞൂടെ. സോ ബേസിക്കലി അതാണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ, നൗ അടുത്ത കാര്യം, 150 BAC അടച്ചവർക്ക് AMT അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്താണ് AMT? ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. എന്താണ് ഓൾട്ടർനേറ്റീവ്? ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കും, കുറച്ച് കോംപ്ലക്സ് സാധനങ്ങളാണ്. AMT ഓക്കെ, എന്താണ്? ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്തവർക്ക് എന്ത് പേ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. എഴുതടാ. ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്തവർക്ക് എന്ത് പേ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ ആണോ? അപ്പോ ആദ്യം മുതൽ ഞാൻ വരാം. സ്ലാബ് എങ്ങനെയായിരുന്നു? 115 BAC 0 to 30, 3 to 7, 3 to 7, 7%. ആയി 3 to 7 ഒരു ടാക്സ് റേറ്റ് ഉണ്ട്. 3 to 7 5%, 7 to 10 10%, 10 to 12 15%, 12 to 15 20%, above 15 30%. ക്ലിയർ? അതിനോടൊപ്പം നമ്മൾ പറഞ്ഞു എന്താ, നിങ്ങൾ സ്പെഷ്യൽ ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ അതിന് സ്പെഷ്യൽ ടാക്സ് റേറ്റ് ആണ്. സർചാർജിന്റെ റേറ്റിൽ 37% ഇല്ല, അല്ലേ? ദെൻ നാലാമത്തെ പോയിന്റ് എന്താ, എഡ്യൂക്കേഷണൽ സെസ് 4% ആണ്. നിങ്ങൾ പുതിയ ഓപ്ഷൻ കീപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞ 115 BAC. അതേപോലെ നെക്സ്റ്റ് 115 BAC നിങ്ങൾ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കണം. അതിൽ എല്ലാ 5 സോഴ്സസ് ഓഫ് ഇൻകവും നിങ്ങൾ ഡ്രോ ചെയ്യണം. ഓക്കെ, ഒരു 5 ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് എഴുതിക്കോ. ഞാൻ അല്ലാത്തവർക്ക് താഴോട്ട് എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അതായത് 5 സോഴ്സ് ഓഫ് ഇൻകം ഞാൻ പറയാം. അതിന്റെ ഇടയിൽ ഏതൊക്കെ ഡിഡക്ഷൻസ് നമുക്ക് എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ പറയാം. അത് നല്ലൊരു ചോദ്യമാണ്. 5 സോഴ്സ് ഓഫ് ഇൻകം ഏതാ? വരക്കടാ 5 സോഴ്സ് ഓഫ് ഇൻകം. ഞാൻ വരക്കുന്നില്ല, ഞാനത് നോക്കി പറഞ്ഞുതരാം. 5 സോഴ്സ് ഓഫ് ഇൻകങ്ങൾ എഴുതുക. അതിലെ PGBP കുറച്ച് എഴുതാൻ പാകത്തക്കം വെക്കുക. ഇങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടോ? 5 സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇതിൽ 4 എണ്ണുള്ളൂ. ആ 4 എണ്ണം കറക്റ്റ് ആണോ പടച്ചോനറിയാം. എന്റെ ഫോൺ എത്രക്കൊന്നും വേണ്ടേ. ഞാൻ വരക്കാനേ പറഞ്ഞോളൂ, ഇത്രക്ക് ഇങ്ങനെ വലുതാക്കി താഴെ വരെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. വരച്ചോ. തെറ്റുകളിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുക.
ഓക്കെ, അപ്പൊ നമ്മളുടെ സോഴ്സസ് ഓഫ് ഇൻകം ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് സാലറി, സെക്കൻഡ് വൺ ഈസ് ഹൗസ് പ്രോപ്പർട്ടി. എന്താടാ? സെക്കൻഡ് വൺ ഈസ് ഹൗസ് പ്രോപ്പർട്ടി, തേർഡ് വൺ ഈസ് ക്യാപിറ്റൽ ഗെയിൻ, ഫോർത്ത് വൺ ഈസ് എന്താ ആർക്കും ഒന്നും ഉണ്ടാട്ടല്ലാത്ത നാലിപ്പത് എവിടെ പോയേ? എന്താടാ സൈഡിലില്ലേ? സോ വരച്ചോ? അതെന്റെ ഇഷ്ടം. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, PGBP, IFOS, അഗ്രികൾച്ചറൽ ഇൻകം. ഇല്ല, അഞ്ചെണ്ണം. ഓണാക്കി AC വർക്ക് ചെയ്യുന്നുണ്ടോ? എന്താ പിന്നെ ലൈറ്റ് ഒന്നും കാണാത്ത? ഓഫാക്കെ കണ്ട് നിങ്ങൾക്ക് പിന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലല്ലേ? വീട്ടിൽ ഫുള്ള് AC യാ? യെസ്. സോ ഫസ്റ്റത്തെ ഏതായിരുന്നു? സാലറി ആണ് അല്ലേ? സോ ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്റർടൈൻമെന്റ് അലവൻസും പ്രൊഫഷണൽ ടാക്സും. എന്താണ്? താഴോട്ട് എഴുതുക. ഓക്കെ, സാലറി ചെയ്ത് പരിചയമുള്ളവർക്ക് അറിയാം, നമ്മള് എന്റർടൈൻമെന്റ് അലവൻസും പ്രൊഫഷണൽ ടാക്സും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കുറക്കും, നമ്മൾ പഠിക്കും. ഓക്കെ, ബാക്കിയുള്ളവരോടുള്ളത്. അപ്പൊ എന്തൊക്കെ നമ്മൾ ഡിഡക്ഷൻ ചെയ്യാൻ പാടില്ല? അതായത് നമുക്ക് 50,000 രൂപ അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപ സാലറി കിട്ടിയ ഈ പേയ്മെന്റ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാം എന്നാണ് ഇൻകം ടാക്സ് ഓൾഡ് റെജീം പറയുന്നത്, പണ്ടത്തെ സ്കീമില്. പക്ഷെ പുതിയ സ്കീമിൽ ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? കുറയ്ക്കാൻ പാടില്ല. അപ്പൊ എന്തൊക്കെ നമ്മൾ പ്രോഹിബിറ്റഡ് ആണ്? എന്റർടൈൻമെന്റ് അലവൻസ് കുറയ്ക്കാൻ പാടില്ല, പ്രൊഫഷണൽ ടാക്സും കുറയ്ക്കാൻ പാടില്ല. ഓക്കെ, ഡിഡക്ഷൻസ് എടുക്കാൻ പാടില്ല. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഓൾഡ് സ്കീമിൽ എല്ലാവിധ ഡിഡക്ഷൻസും നമുക്ക് എടുക്കാം, ന്യൂ സ്കീമിൽ ഒരു ഡിഡക്ഷൻസും നമ്മളെ കൊണ്ട് എടുക്കാൻ സമ്മതിപ്പിക്കില്ല. ഓക്കെ, ഇതാണ് ബേസിക്കലി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഏതൊക്കെ ഡിഡക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റില്ല? ഒന്ന് എന്റർടൈൻമെന്റ് അലവൻസ്, അതേപോലെ പ്രൊഫഷണൽ ടാക്സ്. ഓക്കെ, എന്താ എന്റർടൈൻമെന്റ് അലവൻസ്? നമ്മളുടെ പറഞ്ഞാട്ടെ, എന്താ എന്റർടൈൻമെന്റ് അലവൻസ്? എന്റർടൈൻമെന്റ് അലവൻസ് എന്താ?
സൂവോ? ഓ, അതായത് നമുക്ക് വേണ്ടി പണിയെടുത്ത എംപ്ലോയീസ് അല്ലേ, അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവരെ മൂവിക്ക് കൊണ്ടുപോവുക. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു അലവൻസ് എംപ്ലോയർ കൊടുക്കും. ഓക്കെ, അത് നമ്മളുടെ സാലറിയിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ വെറുതെ അവരുടെ സാലറി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അത് ഡിഡക്ട് ചെയ്യാം എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻ പുതിയ റെജീമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആണോ? സോ എഴുതിയോ എന്റർടൈൻമെന്റ് അലവൻസും പ്രൊഫഷണൽ ടാക്സും? ഓക്കെ, ഒപ്പം ഈ സെക്ഷൻസും കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. എന്റർടൈൻമെന്റ് അലവൻസ് 16(2) ആണ്, പ്രൊഫഷണൽ ടാക്സ് 16(3) ആണ്. എന്റർടൈൻമെന്റ് അലവൻസ് 16(2) ആണ്, പ്രൊഫഷണൽ ടാക്സ് 16(3) ആണ്. രണ്ടാമത് എടുക്കാൻ പറ്റാത്ത ഡിഡക്ഷൻ ലീവ് ട്രാവൽ കൺസെഷൻ. നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പാടില്ല. ഏതാണ്? ലീവ് ട്രാവൽ കൺസെഷനും നമ്മള് ഡിഡക്ഷൻ ആക്കി എടുക്കാൻ പാടില്ല. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? സാലറിയിൽ വരുന്നതാണ്. സോ ഫസ്റ്റ് വൺ ഏതാണ്? എന്റർടൈൻമെന്റ് അലവൻസ്. സെക്കൻഡ് വൺ പ്രൊഫഷണൽ ടാക്സ്. തേർഡ് വൺ ലീവ് ട്രാവൽ കൺസെഷൻ. 10 സബ്സെക്ഷൻ 5 എന്ന് എഴുതി വെക്കുക. കാരണം ഇനി അങ്ങ് പല പേജുകളിലും സെക്ഷൻ മാത്രമേ കാണുള്ളൂ. അതെന്താന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? യെസ്. ദെൻ HRA. എന്താ HRA? ഹൗസ് റെന്റ് അലവൻസ്. എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടി വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എന്തോ ചെയ്യും? ഒരു അലവൻസ് കൊടുക്കും. ഇതൊക്കെ എന്തിനാ നമ്മൾ നോക്കുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സാലറി എന്ന് പറഞ്ഞിട്ട് എംപ്ലോയർ തരുന്നുണ്ടാവും അല്ലെ, അത് ചിലപ്പോ 5 ലക്ഷം റുപ്യവും. ഓക്കെ, ഈ 5 ലക്ഷം റുപ്യയില് ഇതിൽ കുറെ അലവൻസുകൾ ഉണ്ടാവും. ഈ അലവൻസുകളൊക്കെ കൂടിയിട്ടാണ് ഈ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് വരുന്നത്. മനസ്സിലായോ? എന്റർടൈൻമെന്റ് അലവൻസ് ഉണ്ടാവും, പ്രൊഫഷണൽ ടാക്സ് ഉണ്ടാവും, അതേപോലെ HRA ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ആക്ച്വലി നിങ്ങളുടെ സാലറി ആണോ? അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് താമസിക്കാനും മറ്റു കാര്യങ്ങൾക്കും ആയിട്ടുള്ള എമൗണ്ടുകളാണ്. ബാക്കി കഴിച്ച് ചിലപ്പോൾ 2 ലക്ഷം 3 ലക്ഷം ആയിരിക്കും നിങ്ങളുടെ സാലറി. മനസ്സിലായോ? അപ്പൊ ഓൾഡ് റെജീം എന്താ പറയണേ? നിങ്ങളുടെ യഥാർത്ഥ സാലറി മാത്രം നിങ്ങൾ ടാക്സ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾ ഡിഡക്ഷൻ എടുത്തോളൂ, എക്സ്പെൻസ് ആയിട്ട് കാണിച്ചോളൂ. ന്യൂ റെജീം എന്താ പറയണേ? ഒരു സാധനത്തിന് ഞങ്ങള് ഡിഡക്ഷൻ അനുവദിക്കൂല, പക്ഷെ നിങ്ങൾക്ക് ഹയർ സ്ലാബ് തരാം. മനസ്സിലായോ? രണ്ട് സ്കീമും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ചുരുക്കത്തില് ഇത് പഠിക്കുക എന്നുള്ളത് നമ്മളുടെ ഉദ്ദേശമാണ്. പക്ഷെ ഇത് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ആകെ 1 or 2 ഡിഡക്ഷൻസ് മാത്രമേ ന്യൂ റെജീമിൽ അപ്ലിക്കബിൾ ആവുള്ളൂ. ബാക്കി ഒരു ഡിഡക്ഷനും ന്യൂ റെജീമില് അപ്ലിക്കബിൾ അല്ല. അതാണ് അതിന്റെ പരമാർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, സോ HRA എഴുതിയോ? Then allowances under section 10 subsection 14. Allowances under section 10 subsection 14. Okay, so എന്നിട്ട് എഴുതുക DTDC, എക്സെപ്റ്റ് DTDC. DTDC എന്താന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ കോഡ് വേർഡ് ആണ്. ഫസ്റ്റ് ട്രാവൽ അലവൻസ് ഫോർ ദിവ്യാങ് എംപ്ലോയീസ്. ഓക്കെ, അലവൻസസ് അണ്ടർ 1014 എന്ന് എഴുതുക. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് ഏതൊക്കെയാണ്? 1014 അലവൻസസ് എന്ന് എഴുതുക. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണ്? ട്രാവൽ അലവൻസ് ഫോർ ദിവ്യാങ് എംപ്ലോയീസ്. എന്താ അൽഫിയ ദിവ്യാങ് എംപ്ലോയി? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദിവ്യാങ് എംപ്ലോയി എന്താ? സെർച്ച് ചെയ്യാ. ദിവ്യാങ് എംപ്ലോയി എന്താ? ദിവ്യാങ് എംപ്ലോയി ദിവ്യല്ലടാ, ദിവ്യാങ്. ഹാൻഡിക്യാപ്ഡ്. ഹാൻഡിക്യാപ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള
ആണ്. ഓക്കെ, അതേപോലെ ടൂർ അലവൻസ്. ഒന്നെന്താ, ഏതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ, ഈ പറയുന്ന DTDS അല്ലാത്ത 10-14 വരുന്ന എല്ലാ അലവൻസസും ഡിഡക്ഷൻ ആയിട്ട് അലോ ചെയ്യൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ 4 അലോ ചെയ്യൂ എന്ന് നമുക്ക് പറയാം അല്ലെ. ഒന്നെന്താ, ട്രാവലിംഗ് ഫോർ ദിവ്യാങ് എംപ്ലോയീസ്, 2 ടൂർ അലവൻസ്, 3 ഡെയിലി അലവൻസ്, 4 കൺവേയൻസ് അലവൻസ്. അപ്പൊ ഈ DTDC എന്ന് പറഞ്ഞാൽ എന്താ, ദിവ്യാങ് എംപ്ലോയി, ട്രാവലിംഗ്, ഡെയിലി അലവൻസ് ആൻഡ് കൺവേയൻസ് അലവൻസ്. ഈ 4 അലവൻസ് അല്ലാത്ത വേറൊരു അലവൻസസും ന്യൂ സ്കീമില് സാലറിയില് ഡിഡക്ഷൻ ആയിട്ട് അനുവദിക്കുന്നത് അല്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താടാ, CCയോ കൺവേയൻസ് അലവൻസ്. സോ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാവലിംഗ് ആൻഡ് കൺവേയൻസ്? ട്രാവലിംഗും കൺവേയൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പറഞ്ഞു DTDC അലവൻസസ് മാത്രമേ, DTDC കൊറിയർ അല്ലേ, DTDC അലവൻസസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ന്യൂ സ്കീമിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. D എന്താ, ട്രാവലിംഗ് ഫോർ ദിവ്യാങ് എംപ്ലോയീസ്. T എന്താ, ടൂർ അലവൻസ്. മറ്റേ D എന്താ, ഡെയിലി അലവൻസ്. C എന്താ, കൺവേയൻസ് അലവൻസ്. കൺവേയൻസും ട്രാവലിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇംഗ്ലീഷ് മീനിങ് ആ ചോദിക്കുന്നത്, കൺവേയൻസും ട്രാവലിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ ഡൗട്ട്? ഇതെന്താന്നറിയില്ലാതോ? ദിവ്യാങ് എന്ന് പറഞ്ഞാൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോവാന് ഉള്ള പൈസ കമ്പനി കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. അതായത് ഈ താഴെ പറയണ 4 മാത്രമേ പുതിയ സ്കീമിൽ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. ബാക്കി ഒന്നും എടുക്കാൻ പറ്റില്ല ഈ അലവൻസ്. ഈ അലവൻസ് ഒക്കെ നമ്മൾ സാലറിയിൽ പറയും. ഏതാ ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരം പോയി വരാനുള്ള എക്സ്പെൻസസ്. കൺവേയൻസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള ട്രാവലിംഗ്. ഓക്കെ, അപ്പോ എന്താണ് ട്രാവലിംഗും കൺവേയൻസും തമ്മിലുള്ള വ്യത്യാസം? കൺവേയൻസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് ഡ്യൂട്ടിയാണ്, ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്താനുള്ളതാണ്. ക്ലിയർ ആണോ? കൺവേയൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഇതൊന്ന് പോസ്റ്റ് ചെയ്യുമോന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതിന്റെ ട്രാവലിംഗ് എക്സ്പെൻസ് ആണെങ്കിൽ അതെന്താ, കൺവേയൻസ് അലവൻസ് ആണ്. മനസ്സിലായോ? വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്താനുള്ള പൈസ ഓഫീസിൽ നിന്ന് കിട്ടുകയാണെന്നെങ്കിൽ അതെന്താണ്, ട്രാവലിംഗ് അലവൻസ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നേരെ തിരിച്ചാവേണ്ടത് അല്ല. ഓക്കെ, സോ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയാണ് സാലറിയിൽ നമുക്ക് പെർമിറ്റഡ് അല്ലാത്തത്? ഫസ്റ്റ് വൺ എന്റർടൈൻമെന്റ് അലവൻസ് അല്ലേ, സെക്ഷൻ 16(2). Then professional tax 16(3). Then എന്താ, ലീവ് ട്രാവൽ കൺസെഷൻ സെക്ഷൻ 10 subsection 5. പിന്നെ ഹൗസ് റെന്റ് അലവൻസ് സെക്ഷൻ 10 subsection 13A. പിന്നെ 10-14 കീഴിൽ വരുന്ന എല്ലാ അലവൻസസും എക്സെപ്റ്റ് 4 ഏതൊക്കെയാണ്? ദിവ്യാങ് എംപ്ലോയീസിനുള്ള ട്രാവലിംഗ്, ടൂർ അലവൻസസ്, കൺവേയൻസ് അലവൻസസ്, ഡെയിലി അലവൻസസ്. ക്ലിയർ ആണോ? യെസ്. ദെൻ സോ നമ്മളുടെ സാലറി ഈസ് കംപ്ലീറ്റഡ്. സാലറി കംപ്ലീറ്റഡ്. അപ്പൊ ഇതിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? സാലറിയിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പെർമിറ്റഡ് ആണ് അല്ലെ. ഇത്ര മാത്രമാണ് പെർമിറ്റഡ് അല്ല എങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സാലറിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് സാലറി പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് പെർമിറ്റഡ് ആണ് ന്യൂ സ്കീമിൽ എന്നാണ് അർത്ഥം. ഓക്കെ ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? പുതിയ ആൾക്കാർ എന്താണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നൊന്നും വെച്ച് ബേജാറാവണ്ട. സാലറി എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, യെസ്. സാലറിയുടെ ഹെഡ്
കംപ്ലീറ്റ് ആയോ? എന്തൊക്കെയാണുള്ളത് മനസ്സിലായില്ലേ? 16(2) ഉണ്ട്, 16(3) ഉണ്ട്, 10 സബ്സെക്ഷൻ 5 ഉണ്ട്, 10 സബ്സെക്ഷൻ 13A ഉണ്ട്, 10 സബ്സെക്ഷൻ 14 ഉണ്ട്. ഈ 5 കാര്യങ്ങളല്ലേ അതിലുള്ളത്? യെസ്. നൗ നമ്മൾ പോകുന്നത് നമ്മളുടെ രണ്ടാമത്തെ സോഴ്സ് ഓഫ് ഇൻകം ഏതാണത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ദ ഈസിയസ്റ്റ് സാധനം. ഓക്കെ, യാ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നൗ ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയാണ് പറ്റാത്തത്? എന്തൊക്കെ ഡിഡക്ഷൻ ആണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ എടുക്കാൻ പറ്റാത്തത്? സോ എഴുതുക, ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 24 സബ്സെക്ഷൻ ബി. ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 24 subsection B for self-occupied property. Okay, interest under section 24 subsection B. Interest under section 24 subsection B for self-occupied property. Okay, now എന്താണ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി? ഇൻകം ടാക്സിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ തന്നെയാണ് താമസിക്കുന്നതെങ്കിലും നിങ്ങൾ ഒരു വാടകക്കാരനായിട്ട്, ഐ മീൻസ് വാടക കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കാണിക്കുക. അതെന്താണ് എന്നുള്ളത് ഓൾറെഡി ക്ലാസ്സിൽ ഇരുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് 2 or 2 കൂടുതലോ വീടുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക, 3 വീടുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യാ അൽഫിയ? നമുക്ക് 3 വീടുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്നും ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ ഹൗസ് പ്രോപ്പർട്ടിയില്? അപ്പൊ എന്താണ്, നിങ്ങൾക്ക് 3 വീടുകൾ ഉണ്ടെങ്കിൽ 2 വീടുകൾ നിങ്ങൾക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? നിങ്ങളുടെ റെസിഡൻഷ്യൽ, നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് എന്ന് വെക്കാം. പക്ഷേ 3ാമത്തെ വീട്ടിൽ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ പോലും ആ 3ാമത്തെ വീട് വാടകയ്ക്ക് കൊടുത്ത പോലെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അത് നിങ്ങൾക്ക്, അതായത് മാക്സിമം ഒരാൾക്ക് താമസിക്കാൻ എത്ര വീടുകൾ ഉപയോഗിക്കാം? 2 വീടുകളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 3ാമതൊരു വീടുണ്ടെങ്കിൽ അതിന് എന്തായിട്ടാ കൺസിഡർ ചെയ്യുക? നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വീടായിട്ടാണ് കൺസിഡർ ചെയ്യുക. വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളെ നമ്മൾ വിളിക്കുന്ന പേര് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്നും, താമസിക്കുന്ന വീടുകളെ നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എങ്ങനെയാണ്? നമ്മൾ താമസിക്കുന്ന വീടിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുക. വാടകയ്ക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ 3ാമതൊരു വീടുണ്ടെങ്കിലോ അതിനെ നമ്മൾ എന്തായിട്ടാ പറയാ? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്നുമാണ് പറയുക. ക്ലിയർ ആണോ? ഇതൊക്കെ ഹൗസ് പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരും, ബട്ട് സ്റ്റിൽ ഇതിവിടെ വന്നതുകൊണ്ട് പറയണു എന്ന് മാത്രം. ഓക്കെ, അപ്പോ ഹൗസ് പ്രോപ്പർട്ടിയിൽ സെക്ഷൻ 24B എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിലെ ഇൻട്രസ്റ്റ് ഓൾഡ് സ്കീമിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. പുതിയ സ്കീമിൽ എന്തായിട്ട് എടുക്കാൻ പറ്റില്ല? ഡിഡക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി അണ്ടർലൈൻ ചെയ്യണം. ബിക്കോസ് ഇതേ ഇൻട്രസ്റ്റ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് വരികയാണെങ്കിൽ അവർ ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ഇതേ സെക്ഷനിൽ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാ വരുന്നെങ്കിൽ അവർ എന്ത് അനുവദിക്കുന്നുണ്ട്? ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട്. ആർക്ക് മാത്രമേ ഡിഡക്ഷൻ ഇല്ലാത്തുള്ളൂ? സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിലേ ഡിഡക്ഷൻ ഇല്ലാത്തതുള്ളൂ. ക്ലിയർ ആണോ? സോ ആകെ അനുവദനീയമല്ലാത്ത ഡിഡക്ഷൻ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഏത് മാത്രമാണ്? സെക്ഷൻ 24B കീഴിലുള്ള സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്കുള്ള ഇൻട്രസ്റ്റ് മാത്രം അനുവദിക്കുന്നില്ല. എവിടെ? ഹൗസ് പ്രോപ്പർട്ടിയിൽ അനുവദിക്കുന്നില്ല. നെക്സ്റ്റ് നമ്മളുടെ മെയിൻ സെക്ഷൻ PGBP. Okay, yes.
സോ ഫസ്റ്റ് അനുവദനീയമല്ലാത്തത് ഏതാണ്? അഡീഷണൽ ഡിപ്രീസിയേഷൻ. ഫസ്റ്റ് വൺ അഡീഷണൽ ഡിപ്രീസിയേഷൻ. സോ ഈ ടേബിളിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇതുവരെ പഠിക്കാത്തൊരു സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അത് പേടിക്കാനില്ല. നമ്മൾ അതാത് ചാപ്റ്ററുകളിൽ എടുത്തതിന് ശേഷം നിങ്ങൾ ഈ ടേബിൾ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ. ഫസ്റ്റ് വൺ. ഓക്കെ. രണ്ടാമത്തത് സെക്ഷൻ 32 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് 2A. അതായത് ഞാൻ ഉദ്ദേശിച്ചതാണ് സെക്ഷൻ 32 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് 2A. സെക്ഷൻ 32 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് 2A. ഓക്കെ. നൗ എവിടെയൊക്കെ നിങ്ങൾ 32 കാണുന്നോ ദാറ്റ് ഈസ് എന്താണ്? ഡിപ്രീസിയേഷനെ സംബന്ധിച്ചിട്ടുള്ള സെക്ഷൻ ആണ്. ഓക്കെ. എവിടെയൊക്കെ നിങ്ങൾ 35 കാണുന്നു അത് സയന്റിഫിക് റിസർച്ചിനെ സംബന്ധിച്ചിട്ടുള്ള സെക്ഷൻ ആണ്. ഓക്കെ. ഞാൻ ജസ്റ്റ് ഹിന്റ് തരുകയാണ്. സെക്ഷൻ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സെക്ഷൻ 32 എന്ന് ഇൻകം ടാക്സ് പറയുകയാണെങ്കിൽ അത് എന്തിനെ സംബന്ധിച്ചിട്ടുള്ള സെക്ഷനാ? ഡിപ്രീസിയേഷനെ സംബന്ധിച്ചിട്ടുള്ളതും. സെക്ഷൻ 35 എന്ന് പറഞ്ഞാൽ സയന്റിഫിക് റിസർച്ചിനെ സംബന്ധിച്ചിട്ടുള്ള സെക്ഷനും ആണ് എന്നുള്ളത് മാത്രം ഇപ്പൊ മനസ്സിലാക്കുക. ഓക്കെ. ഓക്കെ. സോ ഇത് എഴുതിയോ? ദെൻ സയന്റിഫിക് റിസർച്ചിന്റെ സെക്ഷൻ എഴുതാം. സെക്ഷൻ 35 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് 2. സെക്ഷൻ 35 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് 2. അതിൽ തന്നെ സബ് ക്ലോസ് 2A, സബ് ക്ലോസ് 3 ഒക്കെ അതിൽ പെടും. താഴോട്ട് എഴുതിയാൽ മതി. എഴുതിയോ? ഓക്കെ. ഇത് കഴിഞ്ഞോ? 2A കഴിഞ്ഞോ? 3. ഇനി 35 സബ്സെക്ഷൻ ക്യാപിറ്റൽ സബ്സെക്ഷൻ 2 ക്യാപിറ്റൽ AA. അതേപോലെ 35AD. 35AD എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൻ സ്പെസിഫൈഡ് ബിസിനസ് ആണ്. ഓക്കെ. സെക്ഷൻ 32 ഏതാണ്? ഡിപ്രീസിയേഷൻ. സെക്ഷൻ 35 ഏതാണ്? സയന്റിഫിക് റിസർച്ച്. സെക്ഷൻ 35AD ഏതാണ്? സ്പെസിഫൈഡ് ബിസിനസ്. ഓക്കെ. അപ്പൊ PGBP അനുവദനീയമല്ലാത്ത ഡിഡക്ഷൻസ് ഏതാ എന്നുള്ളതും നമ്മൾ നോക്കിയില്ലേ? യെസ്. എല്ലാം എഴുതിയില്ലേ? ഓക്കെ. നൗ നെക്സ്റ്റ് വൺ ഈസ് IFOS. എന്താണ് IFOS എന്ന് പറഞ്ഞാൽ? ഇൻകം ഫ്രം അതർ സോഴ്സസ്. IFOSല് അനുവദനീയമല്ലാത്ത ഡിഡക്ഷൻസ് ഏതാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 ഇൻകം ഓഫ് എ മൈനർ. സെക്ഷൻ 10 സബ്സെക്ഷൻ 32 അലവൻസസ് ഫോർ ഇൻകം ഓഫ് എ മൈനർ. അലവൻസസ് ഫോർ ഇൻകം ഓഫ് എ മൈനർ. ആരാ മൈനർ? മൈനർ ആരാ? 18 വയസ്സ് തികയാത്ത ഒരു വ്യക്തിയെയാണ് നമ്മൾ എന്ത് പറയാ? മൈനർ എന്ന് പറയാം. അപ്പൊ ആരാ മേജർ? 18. അതേപോലെ allowances to MP MLA under section 10 subsection 17. Allowances of MP MLA under section 10 subsection 17.
അലവൻസസ് ഓഫ് MP. ആരാ MP? മെമ്പർ ഓഫ് പാർലമെന്റ്. MLA ആരാ? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതിന്റെ ഫുൾ ഫോം ഒന്നും എഴുതണ്ട. 10 subsection 17 എഴുതിയോ? ഓക്കെ, കഴിഞ്ഞോ? യെസ്. ഇനി അടുത്ത ഹെഡ് ഏതാ? ക്യാപിറ്റൽ ഗെയിൻ. അതിലെഴുതുക നത്തിങ്. ക്യാപിറ്റൽ ഗെയിനിൽ ഓക്കെ, ക്യാപിറ്റൽ ഗെയിനിൽ എല്ലാ ഡിറക്ഷനും ഉണ്ടോ? 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 അപ്പൊ സെക്ഷൻ 54 ഈസി. ഒക്കെ 54G അതൊക്കെ എന്താ? പിന്നെ അതൊക്കെ എന്താ? നിങ്ങളൊരു സ്ഥലം വിൽക്കുന്നു, വിറ്റ ലാഭത്തെ നിങ്ങൾ കൊണ്ടുപോയിട്ട് NHI ബോണ്ടുകളിലോ REC ബോണ്ടുകളിലോ PFC ബോണ്ടുകളിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. 50 ലക്ഷത്തിൽ താഴെയുള്ള ഒരു എമൗണ്ട് ആണ് 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്താ? അത് ഡിഡക്ഷൻ അല്ല, ദാറ്റ് ഈസ് കോൾഡ് ആസ് എക്സംഷൻ. ഓക്കെ, എന്താ എക്സംഷനും ഡിഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം? എക്സംഷനും ഡിഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? എക്സംഷൻ എന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ് ആണ്, അല്ലെ? ടാക്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? എക്സംഷൻസ് എന്ന് പറയാ. ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെലവ് ചെയ്തു, അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുന്നതിനെയാണ് ഡിഡക്ഷൻസ് എന്ന് പറയാം. ടാക്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഓരോ പ്ലാനുകൾ ഉണ്ടാക്കി എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സംഷൻ എന്ന് പറയാ. നമ്മൾ എന്തോ ചെലവാക്കിയത് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്താ പറയാ? ഡിഡക്ഷൻസ് എന്നാണ് പറയാ. ക്ലിയർ ആണോ? അപ്പൊ എക്സംഷൻ ചെയ്ത പൈസ നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ട്, നമ്മൾ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി അത് വേറെ എവിടെയോ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് എന്നുള്ളൂ അതിനർത്ഥം. ക്ലിയർ ആണോ? ഓക്കെ, അതാണ് എക്സംഷനും ഡിഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം. ദെൻ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് വന്നൊരു എക്സ്പെൻസ് ആണ്. ഓക്കെ, ആ എക്സ്പെൻസ് നമുക്ക് ഇനി തിരികെ കിട്ടില്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിഡക്ഷൻ എന്ന് പറയാ. എക്സംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് എന്തോ ഒരു ലാഭം ഉണ്ടായി, ആ ലാഭത്തിന് ടാക്സ് അടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇൻകം ടാക്സ് തന്നെ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സംഷൻ എന്ന് പറയാ. ക്ലിയർ ആണോ? ഓക്കെ, സോ ആ ക്യാപിറ്റൽ ഗെയിന്റെ കള്ളിയിൽ നത്തിങ് നല്ല എഴുതിയത് നിങ്ങള്. സോ അതിന്റെ താഴെയായിട്ട് തന്നെ ഇനി ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് കൂടിയും കൊടുക്കുക. അത് തന്നെ കൊടുത്താൽ മതി. അടിയിൽ ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് കൊടുക്കുക. ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് എന്ന് കൊടുക്കുക. എവിടെങ്കിലുമൊക്കെ കൊടുക്ക്. ചാപ്റ്റർ 6 ഡിഡക്ഷൻസ്. നൗ ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവയൊക്കെ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ അതാത് ഇൻകം സോഴ്സുകളിൽ വരുന്ന ഡിഡക്ഷൻസിനെ പറ്റിയിട്ടായിരുന്നു. നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞു? സാലറിനെ പറ്റി പറഞ്ഞു, ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഡിഡക്ഷൻസിനെ പറ്റി പറഞ്ഞു, അല്ലെ? ഇനി പൊതുവായിട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. എന്താ പൊതുവായിട്ടുള്ള ഡിഡക്ഷൻ? നിങ്ങൾ ഏതെങ്കിലും ഓർഫനേജിക്ക് ചാരിറ്റി കൊടുത്താലോ, നിങ്ങൾ ഏതെങ്കിലും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ചാരിറ്റി കൊടുത്താലോ, പള്ളികളിൽ ചാരിറ്റി കൊടുത്താലോ, ഇതൊക്കെ നമുക്ക് ഇൻകത്തിൽ നിന്നും കുറയ്ക്കാമെന്നാണ് ഓൾഡ് റെജീം പറയുന്നത്. നമ്മളുടെ പണ്ടത്തെ റെജീം പറയണത്. അതൊക്കെ ഇനി പുതിയ റെജീമിൽ അനുവദനീയമാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഇതുവരെയും നമ്മൾ എന്താ പറഞ്ഞേ? ഹെഡുകൾ വെച്ച് പറഞ്ഞത് എന്താ?
സാലറി വാങ്ങുമ്പോൾ അതിൽ ചിലപ്പോൾ എന്റർടൈൻമെന്റ് അലവൻസ് അവർ തന്നിട്ടുണ്ടാവും, അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഹൗസ് പ്രോപ്പർട്ടി വരുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ, അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പൊതുവായിട്ട് എങ്ങനെ ഇൻകം വന്നാലും നമ്മൾ അതിന്ന് പലവർക്കും വേണ്ടി ഡൊണേറ്റ് ചെയ്യുമല്ലോ, അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഡിഡക്ഷൻ എടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. ഈ 3 ഡിഡക്ഷൻ അല്ലാതെ വേറെ ഒരു ഡിഡക്ഷനും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്താണ്? ചാപ്റ്റർ 6A ഡിഡക്ഷനില് 80JJAA, 80CCD2, അതേപോലെ 80CCH2 ഈ 3 ഡിഡക്ഷൻ അല്ലാതെ ഒരു ഡിഡക്ഷനും നമുക്ക് പുതിയ റെജീമില് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ ഈ ടേബിൾ വരച്ചിടുക. ഇതിപ്പോ പഠിക്കണ്ട, ഇത് നമ്മളാ ചാപ്റ്റർ കഴിയുമല്ലോ, എന്നിട്ട് ഇതിലേക്ക് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഏതൊക്കെ ഡിഡക്ഷൻസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ? 80JJAA, 80CCD2, 80CCH2. ഏതൊക്കെയാണ്? 80JJAA, 80CCD2, അതേപോലെ 80CCH2. എന്താ സൂം അറിയോ? ഏതൊക്കെയാണ്? ഏതൊക്കെ ഡിഡക്ഷൻസ് മാത്രമേ അലൗ ചെയ്യുള്ളൂ? 80JJAA, 80CCD2, 80CCH2 ഈ 3 ഡിഡക്ഷൻസ് മാത്രമേ നമ്മൾ അലൗ ചെയ്യുകയുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ സിമ്പിൾ ആയില്ലേ? ഡിഡക്ഷൻസ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ന്യൂ റെജീം ആണെന്നുണ്ടെങ്കിൽ ആകെ 3 ഡിഡക്ഷൻസിനെ പറ്റിയിട്ട് മാത്രം കെയർ ചെയ്താൽ മതി. ഏതൊക്കെയാണ്? 80JJAA, 80CCD2, 80CCH2. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഈ പാര നിങ്ങൾ വായിക്കണം. ആൻഡ് എല്ലാ ബെഞ്ചുകാരും എനിക്കിതെന്താന്ന് പറഞ്ഞു തരണം. ഇതാണ് ആ പാര. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 115 BAC എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫോൾട്ട് ടാക്സ് റെജീം ആണ് എന്നുള്ളത്. ഓക്കെ, സോ ഈച്ച് ആൻഡ് എവരി ബെഞ്ച് ആ എൻറ്റയർ പാര ഫുൾ ബോക്സ് വായിക്കുക. എന്താണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാം. നല്ല ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. കാണില്ല? ഞാൻ നിൽക്കണോണ്ട് കാണുന്നില്ല. കുഴപ്പമില്ല. So, ഞാൻ വായിച്ചു തരാം. Okay, section 115 BAC is the default tax regime. However, assessee can avail the benefit of regular tax regime by exercising the option. Assessee does not have PGBP. Option of regular tax regime must be exercised along with the return under section 139 subsection 1 for every previous year. Assessee having PGBP, option of regular tax regime must be exercised along with the return under section 139 subsection 1. Such option, once exercised, shall apply for subsequent assessment years also. However, the option once exercised for regular tax regime can be withdrawn only once for previous year, and thereafter the person shall never be eligible for the benefit of regular tax regime till the time having any income under PGBP. Yes. ഇത് നമ്മളുടെ പാട്ടിനുള്ള ഇതായിക്കോട്ടെ അല്ലെ. വായിച്ചോളൂ.
ഓക്കെ, 11:15 നമുക്ക് തുടങ്ങാം. കിട്ടിയോ? എന്താണ് എന്തെയ്യണ്? എല്ലാരും റെഡിയാ? ആ, two more minutes.
റെഡി? 139 എന്ന് പറഞ്ഞാൽ കൃത്യ ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ 139 സബ്സെക്ഷൻ. റെഡി? ഇല്ലല്ല, എന്താ അത്? കൊള്ളാലോ. എന്താടാ? അല്ല, ഇത് നിങ്ങൾക്ക് ഉള്ളതല്ല. അല്ല, അത് എടുക്കണ്ട വെച്ചിട്ട് കഴിഞ്ഞല്ലോ, കുറെ നേരമായല്ലോ. യെസ്, പറയാ. പറഞ്ഞോട്ടെ. ബാക്ക് എന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യം ബാക്കിലല്ലേ ഇരുന്നു, പറഞ്ഞോ. ഉറപ്പാ? എന്നാ ശരി, കൃത്യം 11:20 ഞാൻ ചോദിക്കും. പക്ഷെ ഇവരെ ആരും പറയാത്ത പോയിന്റ് പറയാം. പറ്റുമോ? യെസ്. അതായത് സെക്ഷൻ 139 സെക്ഷൻ 2.5 അത് മനസ്സിലായില്ല. ഈ 139(1) പറ്റി പറഞ്ഞ സംഭവം. സ്ലാബ് എക്സീഡ് ചെയ്താ നമ്മൾ ഫയൽ ചെയ്യണം. ശരി. അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്താ ഫയൽ റെസ്യൂം ഒരു വട്ടം ഓൺ ചെയ്താൽ പിന്നെ അത് മാറ്റാൻ പറ്റും. പിന്നെ ഏത് ചൂസ് ചെയ്തെന്ന് ഒരാൾ എല്ലാ അസസ്മെന്റ് ചെയ്യാതെ ഫുള്ള് ഫയൽ വരിക. പിന്നെ അത് ഒരു പ്രാവശ്യം മാറ്റി കഴിഞ്ഞാൽ, അതായത് പുതിയതൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ അതായത് ഇല്ലാത്ത എല്ലായിടത്തോളം കാണാൻ മാറ്റാൻ പറ്റില്ല. ഇവിടെ അത് വായിച്ച തന്നെയാണല്ലോ മനസ്സിലാവുന്നുണ്ട്.
ആൾക്ക് കേറിയപ്പം റെഗുലർ ടാക്സ് റിട്ടേൺസിലൊരു സിസ്റ്റം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതില്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഒരിക്കൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ PGBന്റെ അണ്ടറിൽ എന്നാണോ വരുന്നത് അതുവരെ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അതിന് ആ സെക്ഷൻ ഡിഡക്ഷൻ പറ്റിയല്ലോ പറയുന്നത്. അത് TDS ഒന്നല്ല, 139 സബ്സെക്ഷൻ 1 ആണ്. കൃത്യമായ ഡേറ്റിന്റെ ഉള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്ത സെക്ഷനാണ് 139 സബ്സെക്ഷൻ. അതൊന്നല്ലടാ അവിടെ പറയുന്നത്. അവിടെ പഴയ സ്കീം ഓപ്റ്റ് ചെയ്തതും പുതിയ സ്കീം ഓപ്റ്റ് ചെയ്യുന്നതിനും പറ്റില്ലേ പറയും. ആ അതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ട് ഒരു വട്ടം ബിസിനസ് ഇല്ലാത്തവര് പിന്നെ ഇവിടെ ഓൻ പറഞ്ഞാൽ അത് കൂട്ടന്നെ ചെയ്യൂല. അതാണ് ഉത്തരം. ഇത്രയുള്ളൂ. ആരും പറയുന്നല്ലോ. എന്താ ആശാരിയോ? പറഞ്ഞോട്ടെ. അവർക്കില്ല അത്ര. ഇല്ലല്ല, രണ്ടാണ്. അതല്ലെങ്കിൽ അയാള് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ബാക്കിയുള്ള ചൂസ് ചെയ്യണം. അടുത്ത അസസ്മെന്റ് അയാളായിട്ട് ചൂസ് ചെയ്യണം. ഇനി അഥവാ മാറ്റുകയാണെങ്കിൽ ഇവിടെ ചൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ ഓൾഡ് റെജിം ചൂസ് ചെയ്യാൻ അതിന്റെ ഒപ്പം തന്നെ 139 സബ്സ്ക്രിപ്ഷൻ 1ന്റെ റിട്ടേൺ പ്രീവിയസ് ഇയറിലൊപ്പം തന്നെ ഫയൽ ചെയ്യണം. രണ്ടാമത്തത് ഇങ്ങനെ ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ PGB ലിങ്ക് ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അടുത്ത ഇയറിലും അത് ബാധകമാണ്. പിന്നെ ഒരു പ്രാവശ്യം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത PGB ലിങ്ക് വരുന്നവരെ അല്ലെങ്കിൽ അല്ലാതെ ഇവിടെ പുതിയ പോയിന്റ് ആണ് കേട്ടോ. ആര് പറഞ്ഞാലും അത്രേ ഉള്ളൂ. പറയടാ. സ്റ്റാർട്ടിങ് എന്താ? ഉത്തരല്ലോ. ഉണ്ട് എന്നാണോ ഇല്ലാതാണോ? ഓക്കെ. സോ എന്താ പറയണത്? എന്തായിരുന്നു? സോ PGBP ഇൻകം ഇല്ലാത്ത ഒരു വ്യക്തിക്ക്
എപ്പോ വേണമെങ്കിലും ഓൾഡ് സ്കീമോ ന്യൂ സ്കീമോ ഓപ്റ്റ് ചെയ്യാം. അതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഏത് വർഷം, ഈ വർഷം അയാൾക്ക് ന്യൂ സ്കീം വേണോ, അയാൾക്ക് ഈ വർഷം ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യാം. അടുത്ത കൊല്ലത്തേക്ക് ഓൾഡ് സ്കീമാണോ വേണ്ടത്, അടുത്ത കൊല്ലം വേണമെങ്കിൽ ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് അവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല. ഇനി PGBP ഇൻകം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് ഏതാ സ്കീമാണോ ഓപ്റ്റ് ചെയ്തത് അതിൽ നിന്ന് മാറാൻ പാടില്ല. മാറാൻ പാടും എപ്പോ, ഒറ്റ പ്രാവശ്യം മാത്രമേ മാറാൻ പാടൂ. ആ ഒരു പ്രാവശ്യം നിങ്ങൾ മാറിയതിനു ശേഷം പിന്നെ നിങ്ങൾക്കൊരു തിരിച്ചുപോക്കില്ല. ക്ലിയർ ആണോ? ഓക്കെ, തിരിച്ചു പോവാം. എപ്പോ തിരിച്ചു പോവേണ്ട ഒരു അവസ്ഥ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PGBP ഇൻകം ഇല്ലാതാവണം. ഇല്ലാതാവണം. ക്ലിയർ ആണോ? കൺസെപ്റ്റ് മനസ്സിലായോ? PGBP ഇൻകം ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതാത് വർഷം ഏത് സ്കീം വേണമെങ്കിലും അവർക്ക് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, PGBP ഇൻകം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്ന് മാറാനുള്ള അവസരം എത്ര മാത്രമേ ഉള്ളൂ? ഒറ്റ തവണ മാത്രമേ ഉള്ളൂ. ആ ഒരു തവണ അവർ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ്ലി അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോ മാത്രമേ പിന്നെ ഒരു തിരിച്ചുപോക്ക് പറ്റൂ? അവർക്ക് PGBP ഇൻകം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ആക്കാം. ക്ലിയർ ആണോ? ഇത്ര മാത്രമേ അതിൽ പറയുന്നുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ മലയാളത്തില് എഴുതി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയില്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയില് എഴുതിയോ? ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി 115 BACയുടെ കീഴിൽ റീബേറ്റ് ഉണ്ടോ? ഓൾഡ് സ്കീമിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു? അവിടെ എന്തുണ്ട്? റീബേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? സെക്ഷൻ 87A റീബേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ന്യൂ സ്കീമിൽ ഈ റീബേറ്റ് ഉണ്ടോ? യെസ്, ന്യൂ സ്കീമിലും റീബേറ്റ് ഉണ്ട്. അപ്പോ ഓൾഡ് സ്കീമിലെ റീബേറ്റ് എങ്ങനെയായിരുന്നു? 5 ലക്ഷത്തിന് താഴെയാണ് ഇൻകം എങ്കിൽ അവിടെ റീബേറ്റ് അപ്ലിക്കബിൾ ആണ്. ആർക്ക്? ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആണെങ്കിൽ മാത്രം. അതാണ് നമ്മൾ പറഞ്ഞത്. ഇൻഡിവിജ്വൽ മാത്രമായ പോരാ, ഇൻഡിവിജ്വൽ റെസിഡന്റ് ആവണം. ഇവിടെയും അപ്ലിക്കബിലിറ്റി ആർക്ക് മാത്രമാണ്? ഫോർ എൻ ഇൻഡിവിജ്വൽ റെസിഡന്റ്. ഓക്കെ, എത്ര ഇൻകം വരെ? 7 ലക്ഷം വരെ. 7 ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ വരുമാനം എങ്കിൽ നിങ്ങൾക്ക് റീബേറ്റ് ഉണ്ടാവും. അതായത് അതുവരെ നിങ്ങൾക്ക് എത്രയാണോ ടാക്സ് വരുന്നത് അത് നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ ആണോ? അപ്പോ 115 BACയിൽ റീബേറ്റ് ഉണ്ടോ? യെസ്, റീബേറ്റ് ഉണ്ട്. അപ്ലിക്കബിലിറ്റി ആർക്കാണ്? ഇൻഡിവിജ്വൽ റെസിഡൻസിനാണ്. എത്ര രൂപ ഇൻകത്തിന് താഴെയാണ്?
അണ്ടർ 7 lakh or up to 7 lakh. ക്ലിയർ ആണോ? എഴുതി വെക്കുക. അത് കഴിഞ്ഞ് ഇതിന്റെ ഒരു മാർജിനൽ റിലീഫ് ഉണ്ട്, അതിലേക്ക് പോകണം. റീബേറ്റ് എങ്ങനെയാണ്? ആർക്കാണ് അപ്ലിക്കബിള്? ഇൻഡിവിജ്വൽ റെസിഡൻസിനാണ്. എത്ര ഇൻകത്തിന് താഴെയുള്ളവർക്കാണ്? 7 ലക്ഷം രൂപ ഇൻകത്തിന് താഴെയുള്ളവർക്കാണ് റീബേറ്റ് അപ്ലിക്കബിള്. അതിനർത്ഥം 6,99,999 രൂപ വന്നാൽ പോലും എന്താണ് അവിടെ റീബേറ്റിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഓൾഡ് സ്കീമിൽ ഇല്ലാത്തൊരു സാധനം കൂടെ ന്യൂ സ്കീമിലുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് മാർജിനൽ റിലീഫ്. ഓൾഡ് സ്കീമിൽ മാർജിനൽ റിലീഫ് ഉണ്ട്, പക്ഷെ എന്തിന്റെ ബേസിലുള്ള മാർജിനൽ റിലീഫ് ആയിരുന്നു? സർചാർജിന്റെ ബേസിലുള്ള മാർജിനൽ റിലീഫ് ആയിരുന്നു. ബട്ട് ഇവിടെ ഇൻകത്തിന്റെ ബേസിലുള്ള മാർജിനൽ റിലീഫ് ആണ് ന്യൂ സ്കീമിലുള്ളത്. ഇത് കൃത്യമായി നോട്ട് ചെയ്യുക. ഇത് പഠിക്കാനുള്ള ഏറ്റവും സിമ്പിൾ പരിപാടി ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇൻകം 7,22,220 കടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട. അത്രേ ഉള്ളൂ മാർജിനൽ റിലീഫ് പറയണത്. 7 ലക്ഷം വരെ ഓൾറെഡി നിങ്ങൾക്ക് റിബേറ്റ് ഉണ്ട്. അതേപോലെ 7,22,220 രൂപയുടെ മുകളിലേക്ക് നിങ്ങളുടെ ഇൻകം പോവാത്തോടത്തോളം കാലം നിങ്ങൾ ടാക്സ് അടയ്ക്കണ്ട എന്നാണ് മാർജിനൽ റിലീഫ് പറയുന്നത്. ക്ലിയർ ആണോ? എത്രയാണ് എമൗണ്ട്? 7,22,220 രൂപ ഇൻകത്തിന് മുകളിൽ നിങ്ങൾ പോവാത്തിടത്തോളം കാലം നിങ്ങൾ ടാക്സ് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് റീബേറ്റിന്റെ കാര്യത്തിൽ ഏത് ഇൻകം വരെ അപ്ലിക്കബിൾ ആണെന്ന് പറയാം? 7,22,220 രൂപ വരെ ആപ്ലിക്കബിൾ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താ പറയണേ? മാർജിനൽ റിലീഫ് എന്താ പറയണത്? നിങ്ങളുടെ ഇൻകം 7 ലക്ഷത്തി ആർക്കെ അപ്ലിക്കബിൾ ഉള്ളൂ? റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് ഉള്ളൂ കേട്ടോ. 7,22,220 രൂപ വരെയും നിങ്ങൾക്ക് എന്ത് അപ്ലിക്കബിൾ ആണ്? മാർജിനൽ റിലീഫ് ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ ആണോ? 115 BAC ഇത്രയാണ് 115 BACയുടെ റൂളുകൾ. എന്തൊക്കെയാണ് നമുക്ക് ആദ്യം മുതലൊന്ന് നോക്കാം. 115 BAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ടാക്സ് റെജീം ആണ്. അതിന്റെ സ്ലാബുകൾ എങ്ങനെയൊക്കെയാണ്? അതിനു മുമ്പ് അത് അപ്ലിക്കബിൾ ആർക്കൊക്കെയാണ്? ഇൻഡിവിജ്വല്, HUF, AOP, BOI, AJP. സ്ലാബ് എന്ന് പറയുന്നത് 0 to 3 lakh 0%, 3 lakh to 7 lakh 5%, 7 to 10 lakh 10%, 10 to 12 15%, 12 to 15 20%, and above 15 30%. എഡ്യൂക്കേഷണൽ സെസ് 4% അപ്ലിക്കബിൾ ആണ്. സർചാർജിൽ 25% വരെയുള്ളൂ സ്ലാബ്. അതേപോലെ തന്നെ നമുക്ക് സാലറി എന്ന് പറയുന്നതിൽ പല ഡിഡക്ഷൻസും ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ പല ഹെഡുകളിലുള്ള ഡിഡക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ സാലറിയിൽ ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് അലൗ ചെയ്യാത്തത്? സെക്ഷൻ 16(2), സെക്ഷൻ 16(3), സെക്ഷൻ 10 സബ്സെക്ഷൻ 5, സെക്ഷൻ 10(13)(a), അതേപോലെ തന്നെ 10(14). അതിലെ 10(14)ലെ ദിവ്യാങ് എംപ്ലോയീസിനുള്ള ട്രാവലിംഗ്, അതേപോലെ തന്നെ ടൂർ അലവൻസസ്, ഡെയിലി അലവൻസസ്, കൺവേയൻസ് അലവൻസസ്, ഇവയൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. ദെൻ ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുമ്പോൾ സെക്ഷൻ 24(b)ലെ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്കുള്ള ഇൻട്രസ്റ്റ് ഡിഡക്ഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ. ദെൻ PGBPയുടെ കാര്യം പറയുമ്പോൾ ഡിപ്രീസിയേഷനെ സംബന്ധിച്ചിടത്തോളമുള്ള ചില സെക്ഷൻ അഡീഷണൽ ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. സെക്ഷൻ 32 വരുന്ന ചില ക്ലോസുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ സെക്ഷൻ 35 വരുന്ന കുറച്ച് ക്ലോസുകൾ വരുന്നുണ്ട്. സെക്ഷൻ 35AD വരുന്ന കുറച്ച് ക്ലോസുകളും അതിൽ വരുന്നുണ്ട് PGBPനെ സംബന്ധിച്ചിടത്തോളം. ദെൻ IFOSനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന്, നമ്മളുടെ മൈനേഴ്സിന് വരുന്ന അലവൻസസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 10 സെക്ഷൻ സബ്സെക്ഷൻ 17 MP MLA ഒക്കെ വരുന്ന അലവൻസസും നമുക്ക് ഡിഡക്ഷൻസ് അലൗ ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ ക്യാപിറ്റൽ ഗെയിനിൽ യാതൊരുവിധ ഡിഡക്ഷൻസും ഇല്ല, അത് അലൗ ചെയ്യുന്നില്ല എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. ദെൻ
പിന്നെ നമ്മൾ എന്താ പറയാ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് ആണ് അല്ലെ. ചാപ്റ്റർ 6A ഡിഡക്ഷൻസില് 3 ഡിഡക്ഷൻ ഒഴികെ ബാക്കി ഒരു ഡിഡക്ഷൻസും അലൗ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണത്? 80 JJAA, 80 CC D2 CC H2. ഓക്കെ, ഇതൊന്നും അലൗ, ഇത് മാത്രമേ അലൗ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നും അലൗ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു വൺസ് നമ്മള് ഓൾഡ് സ്കീമിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് PGBP ഇൻകം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എപ്പോ വേണമെങ്കിലും സ്വിച്ച് ഓവർ ചെയ്യാം. PGBP ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് അവർക്ക് ഒരു തവണ മാത്രമാണ് സ്വിച്ച് ഓവറിനുള്ള ചാൻസ്. വൺസ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കണം. എപ്പോ മാത്രമേ പിന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് PGBP ഇൻകം ഇല്ലാതാവണം എന്നും നമ്മൾ പറഞ്ഞു അല്ലെ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു റീബേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം 115 BAC-യിലും ഉണ്ട്. എത്രയാണ് റീബേറ്റ് വരുന്നത്? 7 lakh ഇൻകം വരയ്ക്കും റീബേറ്റ് ഉണ്ട്. അതും റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ആപ്ലിക്കബിള്. മാർജിനൽ റിലീഫ് 7,22,220 വരയ്ക്കും മാർജിനൽ റിലീഫും ആപ്ലിക്കബിള് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലേ? ഓക്കെ, എന്നാ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. Mr. BB, age 34 years, is a resident individual. His total income for assessment year 25-26 is 7 lakh or 7,27,000 or 7,30,000 or 7,50,000. അതായത് 4 ഇതും നിങ്ങൾ ചെയ്യണം. അസസി നോട്ട് ഓപ്റ്റഡ് ഫോർ റെഗുലർ ടാക്സ് റെജീം, അതായത് അയാൾ ഓപ്റ്റ് ചെയ്യുന്ന ഏതാണ്? പുതിയ ടാക്സ് റെജീം ആണ്. കാൽക്കുലേറ്റ് ദ ടാക്സ് ലയബിലിറ്റി. സർചാർജ് ചെയ്യടാ. ഇയാളുടെ ഇൻകം 7 ലക്ഷം ആണെങ്കിൽ എത്രയാണ് ടാക്സ്? 7,27, 7,30, 7,50 ആണെങ്കിൽ എത്രയാണ് ടാക്സ്?
കഴിഞ്ഞടാ സെസ്സൊക്കെ ഉണ്ട് കേട്ടോ, സർചാർജ് ഉണ്ട് കേട്ടോ, മാർജിൻ റിലീഫ് ഉണ്ട് കേട്ടോ. അതാ ഈ അത് എഴുതി വെച്ച് വേണ്ടില്ലേ, അല്ല ഇപ്പൊ പറഞ്ഞന്ന് 7,22,220 രൂപ വരെ മാർജിനൽ റിലീഫ് ഉണ്ട്. അത് പറഞ്ഞു സർചാർജിനുള്ള മാർജിനൽ റിലീഫ് അല്ല, അല്ലാതൊരു മാർജിനൽ റിലീഫ് ഇതിലുണ്ട്. ആകെ പ്രശ്നമായി. ഇനി എന്താ ചെയ്യാ?
എല്ലാവരുടെയും കഴിഞ്ഞോ? എല്ലാവരും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്താ പോവാ? ഓക്കെ, കഴിഞ്ഞോ? എന്തായാലും നിങ്ങളൊക്കെ തെറ്റ് വരുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ഏതായാലും ഉത്തരം ഒന്ന് കണ്ടോ, എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാവുണ്ടോ നോക്ക്. ഇതിന് ഒരു അടുത്ത പേജും കൂടി ഉണ്ട്. സോ ആദ്യം നിങ്ങള് ഉത്തരം നോക്കാലോ ആദ്യം. സോ ഫസ്റ്റത്തെ നില്ലാണ് അത്. അതും ശരിയല്ലാത്തവരുണ്ട് ചില ബുക്കുകളിൽ. 9 9 9 9 എന്നൊക്കെ എടുത്തൊക്കെ ഞാൻ കണ്ടു. ഓക്കെ, യെസ്. ഓക്കെ, രണ്ടാമത്തത് 20,800 കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്താണ് പ്രോബബിൾ മിസ്റ്റേക്ക്? എന്താ ചെയ്തിട്ടുള്ളത്? 7,20,000 അല്ലേ? ഇവന്മാര് എന്ത് പരിപാടി? ഓക്കെ, 20 ആണെങ്കിൽ മാർജിനൽ റിലീഫ് ഓക്കെ. ജസ്റ്റ് ഒരു കാര്യം, ഈ എമൗണ്ട് ഒന്ന് വെച്ചിട്ട് ഇവിടെ ഒന്ന് ചെയ്യ്. ബാക്കിയൊക്കെ കറക്റ്റാ? 30. ബാക്കിയൊക്കെ കറക്റ്റ് ആണല്ലേ? യെസ്. എന്താ ഇനി ഇങ്ങോട്ട് വരിക. എല്ലാരും ചെയ്തോ? 7,20 ചെയ്തോ? 7,20 ചെയ്യ്. ജസ്റ്റ് ചെയ്യ്. അത് വെട്ടാനുള്ളതാണ്, അതുകൊണ്ട് വെട്ടി വരുത്താൻ വേണ്ടിട്ടാ, വേറെ ഒന്നുമില്ലല്ലോ. ഒന്ന് ചെയ്യ്. നിങ്ങളുടെ കൺസെപ്റ്റിൽ 7,20 ഒന്ന് ചെയ്യാൻ. 7,20 വന്നാ നിങ്ങളുടെ കൺസെപ്റ്റിൽ അത് എങ്ങനെ വരും എന്നുള്ളതൊന്ന് ചെയ്യാ. എടാ ചെയ്യടാ. 0 എഴുതി വെച്ചാ മതി. എഴുതിയോ? അല്ല, ചെയ്തു കഴിഞ്ഞോ? അത് ഇല്ല, ചെയ്യണോ? ചെയ്തിട്ട് വേണം അതൊന്ന് പറഞ്ഞു തരാൻ. അപ്പൊ അത് ചെയ്യൂല എന്ന് വെച്ചാ പിന്നെന്താ ചെയ്യാ? ഓക്കെ, എന്നിട്ട് ഈ സെന്റൻസ് ഒന്ന് നിങ്ങൾ വായിക്കുക. ജസ്റ്റ് ആ മാർജിനൽ റിലീഫിന്റെ ആ സെന്റൻസ് ഒന്ന് വായിക്കുക. എന്നിട്ട് നമുക്കൊരു ബോക്സ് എഴുതാണ്ട്. If total income is more than 7 lakh but does not exceed 722,220, tax on such income cannot exceed the amount by which the total income exceeds 7 lakh. However, അത് പിന്നെ ആവശ്യമില്ല. എന്താ അർത്ഥം? നിങ്ങളുടെ ഇൻകം 7 ലക്ഷത്തിൽ കൂടുകയാണ്, എന്നാൽ 7,22,220 താഴെയുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ടാക്സ് എത്ര നിങ്ങൾ ഏൺ ചെയ്ത അഡീഷണൽ ഇൻകത്തെക്കാട്ടിലും കൂടാൻ പാടില്ല. അത്രയല്ലേ ഉള്ളത്. വായിക്ക്. ഇഫ് ടോട്ടൽ ഇൻകം ഈസ് മോർ ദാൻ 7 lakh, എന്താ അതിനർത്ഥം?
ടോട്ടൽ ഇൻകം 7 ലക്ഷത്തിന് മുകളിലാണ്. പക്ഷെ അത് എത്രയും മുകളിലല്ല, 7,22,220 മുകളിലും അല്ല എന്ന് വിചാരിക്കുക. ദെൻ ഈ ഇൻകത്തിന് മുകളിൽ വരുന്ന ടാക്സ് എന്തിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല? 7 ലക്ഷത്തിനും കൂടുതൽ, 7 ലക്ഷം രൂപയുടെ മുകളിൽ നിങ്ങൾ എത്രയാണോ ഏൺ ചെയ്തത് അതിന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല. അതാണല്ലോ മാർജിനൽ റിലീഫ്. കുറെ ആൾ അവിടെ പുകയുന്നുണ്ടാവും, അവരവിടെ തന്നെ ഇരിക്കുക. ഓക്കെ, മനസ്സിലായവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എന്താ എപ്പോഴും മനസ്സിലായില്ല? 7,20 ആണല്ലോ. അപ്പൊ ആ സെനാരിയോ വരുന്നത് ഏതിലാ? ഇതിലാണല്ലോ. ഓക്കെ, എന്താണ് പറയണേ? 7 ലക്ഷത്തിന് മുകളിലും ആവണം, എന്നാൽ 7,22,220 മുകളിൽ പോവുകയും ചെയ്യരുത്. അങ്ങനത്തെ സെനാരിയോ വരുന്നത് ഏതാ? രണ്ടാമത്തെ കേസ് മാത്രമാണല്ലോ. 7,20 വരുമ്പോ 115 BAC 22,000 നിങ്ങൾക്ക് ടാക്സ് കിട്ടുന്നുണ്ടോ? അത് ചെയ്തു നോക്കിക്കണോ ആരെങ്കിലും? കിട്ടുന്നുണ്ട്, ഡെഫിനറ്റ്ലി, യെസ്. ഇനി റീബേറ്റ് അപ്ലിക്കബിൾ ആവില്ലല്ലോ. എപ്പോഴും അതില് സെസ് ഇല്ല. സെസ് എപ്പോഴാണ് നമ്മൾ മാർജിനൽ റിലീഫ് കഴിഞ്ഞിട്ടല്ലേ കൊടുക്കുക. ഓക്കെ, ഇവിടെ റീബേറ്റ് ഉണ്ടോ? ഇല്ല. സോ 22,000 തന്നെ ടാക്സ് വരുന്നു. യെസ്. അടുത്ത പേജ്. നൗ ഇനി നമ്മൾ എങ്ങനെ മാർജിനൽ റിലീഫ് കാണുക? ആദ്യം നമ്മൾ 7 ലക്ഷത്തിന്റെ ടാക്സ് കാണണം അല്ലെ? 7 ലക്ഷത്തിന്റെ ടാക്സ് എത്ര വരിക? 20,000 ആണ് വരിക അല്ലെ? ഇനി ഇവിടെ നെറ്റ് ടാക്സ് ലയബിലിറ്റി 20,800 വരാൻ പാടൂ എന്നാണ് പറയണത്. 7 ലക്ഷത്തിന്റെ മുകളിലുള്ള ടാക്സ് എത്രയാണ്? 7 ലക്ഷത്തിന്റെ മുകളിലുള്ള ടാക്സ് എത്രയാണ്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. 3 ലക്ഷം വരെ 0, 3 to 7 വരയ്ക്കും 20,000 ആണ് വരിക. നൗ അതിൽ കൂടി എഡ്യൂക്കേഷണൽ സെസ്സും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടലി എത്ര വരും? 20,800 ആണ് വരിക. പക്ഷെ നമ്മൾക്ക് ഇത് കൂട്ടേണ്ട ആവശ്യമുണ്ടോ? എഡ്യൂക്കേഷണൽ സെസ് ഇത് ഇവർ കൺഫ്യൂസ് ചെയ്യാൻ ഇട്ടതാണ്. ഇതിപ്പോ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 20,000 ആണ് വരിക. നമുക്ക് ഇവിടെ എത്ര നെറ്റ് ടാക്സ് ലയബിലിറ്റി വന്നിട്ടുള്ളത്? 22,000 വന്നിട്ടുള്ളത്. മാക്സിമം എത്ര പോകാൻ പാടുള്ളൂ? 7 ലക്ഷത്തിന് മുകളിൽ എത്രയാണോ നമ്മൾ ഏൺ ചെയ്ത് അതുവരെ പോകാൻ പാടൂ. അപ്പൊ 2,000 നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണ്ടേ? ആ 2,000 ആണ് മാർജിനൽ റിലീഫ്. ഇനി ഞാൻ വേണമെങ്കിൽ ഒന്ന് ഞാൻ തന്നെ ചെയ്തിട്ട് കാണിച്ചു തരാം. ആ മനസ്സിലാവാത്തവരൊന്ന് കൈ ഒന്നിച്ചേ. ധൈര്യത്തോടെ ഒന്നിച്ചോ. എല്ലാവരും ഉണ്ട്, ആർക്കും മനസ്സിലായിട്ടൊന്നുമില്ല, വെറുതെ പറയാണ്. അജയ്ക്ക് മനസ്സിലായടാ? ഇവിടെ മനസ്സിലായി. ആയില്ലേ? 7,16,200 ഒന്ന് കണ്ട. 16,200. ഓക്കെ, ശ്രദ്ധിക്കുക. നൗ എന്റെ ഇൻകം 7,16,200 ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, നൗ നോർമലി നമ്മൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെ സ്ലാബ് എടുക്കുക? 0 മുതൽ 3 ലക്ഷം വരെ 0, 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെ 5%. അപ്പോ ഇവിടെ 20,000 വരില്ലേ? അതായത് 4 ലക്ഷം ഇൻറ്റു 5% വരുമോ? വരും. ബാക്കിയുള്ള 16,200 എത്ര വരിക? 10% അല്ലേ? ഓക്കെ, ക്യാൻ ഐ സേ ഇറ്റ് ഈസ് 1,620 ആണോ? അപ്പൊ 21,620 അല്ലേ വരിക ടോട്ടൽ. നൗ ഇതിന് റീബേറ്റ് അപ്ലിക്കബിൾ ആവോ? നമ്മൾ ഗ്രോസ് ടാക്സ് ഓൾറെഡി കണ്ടു. അടുത്ത സ്റ്റെപ്പ് ഏതാ? റീബേറ്റ് അല്ലേ? നൗ മൈനസ് റീബേറ്റ് ഇതിന് അപ്ലിക്കബിൾ ആണോ? അല്ല. കാരണം എന്താ? ഇത് 7 ലക്ഷത്തിന് മുകളിലാണ്. ഓക്കെ, അടുത്തത് നമുക്ക് എന്താ? സർചാർജ് അല്ലേ? സർചാർജ് ഇതിന് അപ്ലിക്കബിൾ ആണോ? അല്ല. കാരണം എന്താ? 50 ലക്ഷത്തിന് മുകളിലാണോ? അല്ല. സോ ടാക്സ് ആഫ്റ്റർ സർചാർജ് 21,620 ആണ് വരിക. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിന് മാർജിനൽ റിലീഫ്, അതായത് പുതിയ സ്കീമിലെ മാർജിനൽ റിലീഫ് അപ്ലിക്കബിൾ ആണോ എന്നാണ്.
പണ്ടത്തെ സ്കീമിലെ മാർജിനൽ റിലീഫ് സർചാർജിന്റെ ബേസിലായിരുന്നു. അതും ഇതും രണ്ട് തരം മാർജിനൽ റിലീഫ് ആണ്. രണ്ടും തമ്മിൽ കൺഫ്യൂസ് ആക്കാൻ പാടില്ല. ഓക്കെ, പുതിയ സ്കീമിലെ മാർജിനൽ റിലീഫ് എന്താ പറയണത്? ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 7 ലക്ഷം രൂപയുടെ ടാക്സ് എത്രയാന്ന് കാണണം. ഓക്കെ, 7 ലക്ഷം രൂപയുടെ ടാക്സ് എത്രയാ വരിക? ആദ്യത്തെ 0 to 3 ലക്ഷത്തിന് 0, പിന്നത്തെ 4 ലക്ഷത്തിന് 5% അല്ലേ വരിക? സോ 20,000 അല്ലേ വരിക? ഓക്കെ, 7 ലക്ഷത്തിന്റെ ടാക്സ് 20,000 ആണല്ലോ വരുന്നത്. ഓക്കെ, ഇവരെന്താ പറയണത്? എക്സ്ട്രാ വരുന്ന ഇൻകത്തെക്കാട്ടിലും കൂടുതൽ എന്ത് വരാൻ പാടില്ല? അതായത് 7 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഇൻകത്തെക്കാട്ടിലും എന്ത് വരാൻ പാടില്ല? ടാക്സ് വരാൻ പാടില്ല. മുർഷിയെ ആ ഉത്തരം കാണട്ടെ. 1620 ടാക്സ് അടക്കണമെന്നോ? മാർജിനൽ റിലീഫ് എത്ര? 1620. സോ എക്സ്ട്രാ എത്ര വരുന്നത്? എക്സ്ട്രാ എത്ര വരുന്നത്? ഇവിടെ എക്സ്ട്രാ എത്ര വരുന്നത്? 1620 ആണ് വരുന്നത്. 1620 ആണോ മാർജിനൽ റിലീഫ് വരിക? അല്ല. എങ്ങനെ കിട്ടി? എനിക്ക് മനസ്സിലായി എന്നല്ലേ പറഞ്ഞ്? മനസ്സിലായി എന്നല്ലേ പറഞ്ഞ്? 7 ലക്ഷത്തിന് വരുന്ന ടാക്സ് എത്രയാ? 20,000 ആണ് വരുന്നത്. അതിന്റെ മുകളിലേക്ക് വരുന്ന അഡീഷണൽ ഇൻകം എത്രയാണ്? അതിനേക്കാളും അഡീഷണലി വരുന്ന എമൗണ്ട് എത്രയാണ്? 7 ലക്ഷത്തിന് വരുന്ന ടാക്സ് എത്രയാണ്? 20,000. എത്ര എക്സ്ട്രാ വരാൻ പാടുള്ളൂ? നമ്മുടെ മാർജിനൽ റിലീഫ് കൺസെപ്റ്റ് എന്താണ്? നമ്മൾ പണ്ടത്തെ മാർജിനൽ റിലീഫ് കൺസെപ്റ്റ് എന്താ? അതായത് നമുക്ക് 1 കോടിക്ക് വരുന്ന ടാക്സിന് 1 കോടിക്ക് വരുന്ന ടാക്സിന് എക്സ്ട്രാ എത്ര 1 കോടിക്ക് മുകളിൽ ലേശം ഇൻകം ഉണ്ടെങ്കിൽ വരാൻ പാടുള്ളൂ? ആ 1 കോടിക്ക് വരുന്ന ടാക്സ് പ്ലസ് അഡീഷണലി എത്രയാണോ ഇൻകം ഉള്ളത് അതേ വരാൻ പാടുള്ളൂ. ഇനി അതേ കൺസെപ്റ്റ് വെച്ചിട്ട് ഇതൊന്ന് ആലോചിച്ച് നോക്ക്. 7 ലക്ഷം രൂപയ്ക്ക് വരുന്ന ടാക്സ് 20,000 ആണ് എങ്കിൽ 7,16,200 എത്ര വരാൻ പാടുള്ളൂ? 7 ലക്ഷത്തിനുള്ള ടാക്സും പ്ലസ് അഡീഷണലി ഏൺ ചെയ്ത ഇൻകമേ വരാൻ പാടൂ. അങ്ങനെയാണോ? അങ്ങനെയാണോ? അതിൽ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് സർചാർജിന്റെ ബേസിലുള്ള ടാക്സ് ആണ്, ഇത് സ്ലാബിന്റെ ബേസിലുള്ള ടാക്സ് ആണ്. ഓക്കെ, എഗെയിൻ അയ്യോ ഇതന്നെയല്ലേ അത്? അല്ല, ആണോ? ഇതാ അവിടെ നോക്കുക. നോക്കുക, എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഒന്നും മനസ്സിലായില്ല. 7 ലക്ഷത്തിന്റെ ടാക്സ് 20,000. ഈ സെസ്സിനെ നിങ്ങൾ കട്ട് ചെയ്യുക, സെസ് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, 7 ലക്ഷത്തിന്റെ ടാക്സ് എത്രയുണ്ട്? 20,000 ആണ് വരേണ്ടത്. 7,20,000 ആണ് ഇവിടുത്തെ ഇൻകം യൂസ് ചെയ്തിരിക്കുന്നത്. 7,20,000 എത്ര ടാക്സ് വരേണ്ടത്? 22 അല്ലേ? 22,000. അപ്പൊ എത്ര മാർജിനൽ റിലീഫ് ഇവിടെ എടുത്തിട്ടുള്ളത്? 2,000. ഇനി 7,16,200 ഒന്ന് നോക്കുക. 7,16,200 എത്ര ടാക്സ് വരുന്നത്? നമ്മൾ എത്ര കണ്ടേ? 21,620 എത്ര വരാൻ പാടൂ?
22,220 മക്കളെ ഇങ്ങോട്ട് നോക്കുക. ഓക്കെ, 7 ലക്ഷത്തിന്റെ ടാക്സ് എത്രയാ? ഇത് 7,20,000 നമ്മൾ കേട്ടോ. 7,16,200 മറന്നു വേണം അപ്പൊ തൽക്കാലത്തിന്. 7,20,000 ടാക്സ് എത്രയാ? 22,000. ഓക്കെ, ഇനി 7 ലക്ഷം രൂപയുടെ ടാക്സ് എത്രയാ? 20,000. സോ എന്റെ മാർജിനൽ റിലീഫ് എത്രയാ? 2,000. ഓക്കെ, നൗ 7,16,200 ടാക്സ് എത്രയാ? 21,620 അല്ലേ? കറക്റ്റ് ആണെന്ന് വിചാരിക്കണം. 7 ലക്ഷത്തിന്റെ ടാക്സ് എത്രയാ? 20,000. റീബേറ്റ് എത്ര? സോറി, മാർജിനൽ റിലീഫ് എത്രയാ? 1,620. ഇതിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അതായത് നിങ്ങളുടെ ഇൻകം 7 ലക്ഷത്തിനും 7,22,200 ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്ന ഇൻകത്തിന്റെ ടാക്സ് കാണുക മൈനസ് 7 ലക്ഷത്തിന്റെ ടാക്സ് കാണുക, അതായിരിക്കും മാർജിനൽ റിലീഫ്. അത് മലയാളത്തിൽ എഴുതി വെക്കാൻ പറ്റൂ? അതെ, അത് നീ ഇവിടെ 16,200 പറഞ്ഞോണ്ട് നടക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഓക്കെ, മാർജിനൽ റിലീഫ് എങ്ങനെ കാണുക? പുതിയ സ്കീമില് 7 ലക്ഷത്തിനും 7,22,200 ഇടയിലുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് തന്നു, അതിന്റെ ടാക്സ് എത്രയാന്ന് കാണുക ആദ്യം. മാർജിനൽ റിലീഫ് കാണുമ്പോൾ എപ്പോഴും സെസ് അതിൽ ആഡ് ചെയ്യാൻ പാടില്ല. സെസ് അവസാനം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സെസ് മുമ്പ് വരുന്ന ടാക്സ് കാണുക. അത് കണ്ടിട്ട് 7 ലക്ഷം രൂപയുടെ ടാക്സ് എത്രയാണോ അതിൽ നിന്ന് കുറയ്ക്കുക. ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും മാർജിനൽ റിലീഫ്. ക്ലിയർ ആണോ? ഇതൊന്ന് മലയാളത്തിൽ എഴുതി വെക്കുക. എന്നിട്ട് 7,13,600 കാണുക, 7,19,100 കാണുക, 7,16,750 കാണുക. എന്താ ഇനിയിപ്പോ ഇടണോടാ? 12 ക്ലിയർ ആണോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഉണ്ട്. അനക്കുവാണെങ്കിൽ ഞാനെന്താ പറയാ? ഒരു മിനിറ്റ്. 7 ലക്ഷത്തിന്റെ ഓക്കെ, ഞാൻ പറഞ്ഞത് മാർജിനൽ റിലീഫ് കാണാനുള്ള കാര്യമാണ്. ഏതാ? രണ്ടാമത്തേനും വരില്ല, കാരണം ഇതിന്റെ ഉള്ളിലല്ലല്ലോ. ഉള്ളിലുള്ള ഒരു ഇൻകാണ് തരുന്നത് എങ്കില് 7 നമുക്ക് തന്ന ഇൻകത്തിനുള്ള ടാക്സ് എത്രയാന്ന് കാണുക ആദ്യം. എന്നിട്ട് 7 ലക്ഷത്തിന്റെ ടാക്സ് അത് കുറക്കുക. ബാക്കിയുള്ളതായിരിക്കും മാർജിനൽ റിലീഫ്. നമുക്ക് തന്ന ഇൻകത്തിന്റെ ടാക്സ് കാണുക, അതിൽ നിന്ന് 7 ലക്ഷത്തിന്റെ ടാക്സ് കുറയ്ക്കുക. എന്താ? അതായത് എക്സ്ട്രാ 20,000 ടാക്സ് എത്രയാണോ അതിന്റെ മാർജിനൽ റിലീഫ് അതാണ്, പക്ഷെ ടാക്സ് മാറുമല്ലോ.
കഴിഞ്ഞ എക്സാമിൽ ഈ ഒരു ചോദ്യം ഒന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുള്ളൂ അല്ലേ? കിട്ടിയോ? ഇനി എന്താ പ്രശ്നം? ആ 7,22,220 മറ്റേ മാത്രമല്ല റേറ്റ്. ആ അതിന്റെ താഴെ ഉള്ള എത്ര എമൗണ്ടിന്റെ ആണെങ്കിലും 7ന്റെയും ഇതിന്റെ ഇടയിലാണ് വരണമെങ്കിലാണ് ഈ പ്രശ്നം. അല്ല, അപ്പൊ അതിന്റെ ഇടയിലാണെങ്കിൽ എല്ലാത്തിന്റെയും ടാക്സ് സെയിം ആവില്ല. കാരണം ഈ 22,000 മാക്സിമം അത് പോകും, മിനിമം അതന്നെ ആവും. അപ്പൊ അതിന്റെ അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് അല്ലേ? അതല്ലേ മാർജിനൽ റിലീഫ്. അഡീഷണലി ഒരു ചെറിയ ഇൻകം വരുമ്പോ നമുക്ക് ഓവർ ആയിട്ടുള്ള ടാക്സ് അടയ്ക്കേണ്ടി വരരുത്. സോ എക്സാക്ട്ലി അതിന്റെ ഉള്ളിൽ വരുന്നതിനൊക്കെ ഏകദേശം ഒരേ തന്നെ വരും. എന്തേ കണ്ടോ? എനിക്കറിയില്ല, ഞാൻ നോക്കിയെന്നുള്ളൂ. ഈ കിട്ടിയ ഉത്തരങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു നമുക്ക്. 26,000 ഇതൊക്കെ ഓക്കെ. കറക്റ്റ് അല്ലേ? ഇത് മൂന്നും കിട്ടിയോ? കിട്ടി. എത്രയൊക്കെ ടാക്സ് വരുന്നത്? ടാക്സ് ആണോ? ആ അതെ, റീബേറ്റ് ഇത് മാറും, മാർജിനൽ റിലീഫ്. ഏ 72,000? ആ എന്തായി? എല്ലാം ഒന്ന് തന്നെയല്ലേ ഇട്ടണ്? മാറിയാലാണ്. 3 എണ്ണത്തിന് ഒരേ ഉത്തരല്ലേ കിട്ടണേ അല്ലേ? അല്ലാതെ കിട്ടിയ പോയി. അങ്ങനെ 22,850. ഇതെന്താ? ഇത് മാർജിനൽ റിലീഫ് ടാക്സ് ആരാ കാണി? മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് മാത്രമാണ്. അതായത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടും പിന്നെ സെസ്സും കണ്ടാലാണ് നമുക്ക് നെറ്റ് ടാക്സ് ലയബിലിറ്റി കിട്ടുക. സർചാർജ് കാണാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല വള്ളിയൊന്നുമില്ല. ആ സർചാർജ് ഉണ്ടോ സോണ? വേണ്ടേ? ആ എന്തായി? മാർജിനൽ റിലീഫ് കിട്ടിയില്ലേ? ആ അപ്പൊ ഇങ്ങനെയൊക്കെ
ഇതെന്താ 20,000? ആ ആ 7,00,000 ടാക്സ്. ഓ അത് ഞാന് ഓക്കെ. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്ച്വലി ഇത് ഇവിടെ ഇടാൻ പാടില്ല, അത് പുറത്ത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പുറത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ 1360 കിട്ടും. ഈ 1360 നമ്മൾ സാധാരണ മാർജിനൽ റിലീഫ് പറഞ്ഞ ഡിസ്കൗണ്ട് ആണല്ലോ, ഇത് നെഗറ്റീവ് ആക്കിയിട്ട് ഇടുക. ഇത് ഇവിടെ വരരുത്, ഇതിന്ന് ഇത് കുറച്ചിട്ട് ഇവിടെ 20,000 രൂപ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറയുന്നത് ടാക്സ് ആഫ്റ്റർ മാർജിനൽ റിലീഫ് ആണ്. എന്നിട്ട് പിന്നെ ഇത് കൂടി സെസ് 4% ആഡ് ചെയ്യുക. അപ്പോൾ അത് 800 കിട്ടും. 20,800 നെറ്റ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരും. ഇങ്ങനെയാണ് ഇത് വരിക. ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും കൺഫ്യൂസ് ആവും. അത് കിട്ടിയടാ? അനക്ക് കിട്ടിയോ? പറ. ഇങ്ങനെ ഇടരുത്. മാർജിനൽ റിലീഫ് എപ്പോഴും നമ്മളെ എവിടെ കമ്പ്യൂട്ട് ചെയ്യുക? അപ്പുറത്തല്ലേ കൊടുന്ന് കമ്പ്യൂട്ട് ചെയ്യല്. ഈ 1360 കണക്ക് കിട്ടും. എന്നിട്ട് ഈ മാർജിനൽ റിലീഫിന് ഇവിടെ കൊടുന്നിട്ടിട്ട് ഇതിന് 20,000 ആക്കണം. എന്നിട്ട് പിന്നെ അയിക്കൂടി വേണം ഇത് ആഡ് ചെയ്തിട്ട് ടോട്ടലിക്ക് വരാം. അത് അവിടെ ഇട്ടാ പിന്നെയും കൺഫ്യൂഷൻ ആവും. എന്താ എവിടെ എന്താ നോക്കട്ടെ നോക്കട്ടെ, അവിടെ ഉണ്ടല്ലേ? ഉണ്ട്. ഇത് കറക്റ്റാണ്. മനസ്സിലാവണ്ടേ? സ്പീഡ് മനസ്സിലാവൂല. അതോ ഞാൻ എന്താ പുതിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായി? ആരിഫേ എന്താ നോക്കട്ടെ? 2,800 ആ ബെസ്റ്റ്. മാർജിനൽ റിലീഫിന്റെ ഒപ്പം സെസ്സാണ് കൂട്ടിക്ക്. എന്നിട്ട് നോക്കുക. ഇതല്ലേ സാധനം ഇൻകം എന്ന് വിചാരിക്കുക. ഇതിന്റെ ടാക്സ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 21,620 കിട്ടിയത്. ഓക്കെ, ഇതില് റീബേറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. സോ ടാക്സ് ആഫ്റ്റർ റീബേറ്റ് സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ പോകണം, അല്ലാതെ ഒറ്റ ആൻസർ എഴുതി വെക്കുകയല്ല. ഓക്കെ, ദെൻ അടുത്തത് എന്താ? സർചാർജ് ഉണ്ടോ? ടാക്സ് ആഫ്റ്റർ സർചാർജ്. ഓക്കെ, ഇനി മാർജിനൽ റിലീഫ് എങ്ങനെയാ കാണുക? 7,16,200 വന്ന ടാക്സ് 21,620 ആണ്. 7 ലക്ഷത്തിന് വരുന്ന ടാക്സ് എത്രയാ? 20,000 ആണ്. സോ മാർജിനൽ റിലീഫ് എത്രയാ? 1,620. അത് പുറത്ത് കാണണം, ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടല്ല കാണുക. എന്നിട്ട് ആ മാർജിനൽ റിലീഫ് എടുത്തിട്ട് ഇവിടെ ഡിസ്കൗണ്ട് ആയി കാണിക്കണം. മാർജിനൽ റിലീഫ് 1,620. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടാക്സ് ആഫ്റ്റർ മാർജിനൽ റിലീഫ് 20,000 കിട്ടും. എന്നിട്ട് ഇത് കൂടി വേണം സെസ് ആഡ് ചെയ്യാൻ. 800 നെറ്റ് ടാക്സ് ലയബിലിറ്റി 20,800. അങ്ങനെയാണ് ചെയ്യുക. സ്റ്റെപ്പൊക്കെ ഉണ്ടാവില്ലേ? ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇതൊന്ന് വീട്ടിൽ നിന്ന് ചെയ്തു തരാം കേട്ടോ. 57,16,200 ന്യൂ ടാക്സ് റെജീമില് 57,16,200. 57,16,200. ലാസ്റ്റത്തെ സ്ലാബ് ഇല്ല.